നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. വിദേശികളുമായുള്ള വിവാഹം ഇന്ത്യക്കാർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന് ഹൈക്കോടതി. ഫോറിൻ മാരേജ് ആക്ട് പ്രകാരം നടപടി എടുക്കാം. ഇന്ത്യക്കാർ വിദേശത്ത് വെച്ച് വിദേശിയെ വിവാഹം ചെയ്താൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇവിടെ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന് അതിന് ഫോറിൻ മാരേജ് ആക്ട് പ്രകാരം നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി. 2014 ഇന്തോനേഷ്യയിൽ വിവാഹിതരായ തൃശൂർ സ്വദേശി ബിബിനും ഇന്തോനേഷ്യക്കാരിയായ മാദിയ സുഹാർത്തികയും നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ജസ്റ്റിസ് CS ഡേസിന്റെ ഉത്തരവ്. ഫോറിൻ മാരേജ് ആക്ട് പ്രകാരം ഹജ്ജിക്കാർക്ക് ഓൺലൈനിൽ രജിസ്ട്രേഷൻ സൗകര്യമൊരുക്കുവാൻ കോടതി നിർദ്ദേശിച്ചു. നാട്ടിൽ സ്ഥിര താമസമാക്കിയ ദമ്പതികൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്ട്രേഷൻ അപേക്ഷ നൽകിയിട്ട് നടക്കാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചത്. വിവാഹം നടത്തിയത് ഇന്തോനേഷ്യയിലെ സിവിൽ നിയമപ്രകാരമാണെന്നും ഫോറിൻ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയിൽ ഉള്ളവർക്കുമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് ബാധകം. ഇന്ത്യൻ പൗരന്മാരുൾപ്പെട്ട വിവാഹം വിദേശത്ത് നടന്നാൽ ഫോറിൻ മാരേജ് ആക്ടാണ് ബാധകം. വിവാഹിതരിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വമുണ്ടെങ്കിൽ ഈ നിയമപ്രകാരം വിദേശത്തെ മാരേജ് ഓഫീസർക്ക് മുമ്പിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ അനുവദിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം ഫോറിൻ മാരേജ് ആക്ട് പ്രകാരം രജിസ്ട്രേഷനിൽ ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ എംബസിയിലെ മാരേജ് ഓഫീസർക്ക് ഓൺലൈനിൽ അപേക്ഷ നൽകണമെന്നും മാരേജ് ഓഫീസർ വീഡിയോ കോൺഫറൻസ് മുഖേന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.